അക്ബറാണ് സംസാരിക്കുന്നത്. കേട്ടിരിക്കുന്നത് നൂറയും ആദിലയും. അക്ബർ പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്യുമെന്ന് പറയാറില്ലേ? അറിഞ്ഞുകൊണ്ട് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ ഒന്നും പറയത്തില്ല. അറിയാതെ സംഭവിച്ച തെറ്റിന് അതിന് ഞാൻ എല്ലാവരോടും സോറി പറയും. അത് അറിയാതെ പറഞ്ഞു പോയതാ, ആ തെറ്റിന് ഞാൻ എല്ലാവരോടും സോറി പറയും. പക്ഷേ അറിഞ്ഞ് പറഞ്ഞതിനൊന്നും ഞാൻ സോറി പറയത്തില്ല. അത് അവർക്ക് തീരുമാനിക്കാം, ഞാൻ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. ചില ആളുകളോട് ഞാൻ പറഞ്ഞതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു ഇതിൽ എൻ്റെ അനിമോളുടെയും കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു വൈരാഗ്യമോ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അത് അത് തീർത്തിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ആദില പറയുകയാണ്. എനിക്ക് അനിമോളോടും മനീഷേട്ടനോടും ഒന്നും ഒരു ഇതും എനിക്ക് തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരാളെ ഇല്ലാണ്ടാക്കുന്ന വർത്തമാനം അത് സംസാരിക്കുന്നവരെ എനിക്ക് കൂടെ കൂട്ടാൻ താല്പര്യമില്ല. തെറ്റ് പറ്റുക എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഷാനാസിക്കയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് പരസ്പരം പറഞ്ഞു തീർക്കാം. പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പാടാണ്. അതൊരാളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന പോലെയാണ്. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഫേക്കായിട്ട് നിൽക്കുന്ന 2 പേരുണ്ട്. അത് ഒന്ന് അനീഷും ഒന്ന് അനിമോളുമാണ്. അങ്ങനെ നമ്മളെ അടുത്ത് ഫേക്കായിട്ട് നിൽക്കുന്നവരുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും വേണ്ട. അനിമോൾ എന്നെ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അനിമോൾ എന്ത് പറഞ്ഞാലും അതിനെ വിമർശിക്കാത്ത ഒരാൾ അനീഷ് മാത്രമാണ്. അനീഷ് അതൊക്കെ അംഗീകരിക്കുന്ന മാതിരിയാണ് അനീഷിൻ്റെ സംസാരങ്ങൾ. അനിമോൾക്ക് മൗനമായിട്ട് സമ്മതം കൊടുക്കുക എന്ന് പറയത്തില്ല, അതുപോലെയാണ്. അനിമോളെ ഞാൻ പറയുന്നതെല്ലാം അയാൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അയാൾ സംസാരിക്കും. പക്ഷേ എന്നെ അനിമോൾ പറയുന്നത് അനീഷേട്ടൻ കാണാറില്ല. അപ്പോൾ അനീഷേട്ടൻ എന്നെ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾ എന്നെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാതെ അയാളും അതിനോട് ചേർന്ന് നിന്ന് എന്നെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിനെ അയാൾ വിമർശിക്കും, അനിമോള് പറഞ്ഞതിനെ അയാൾ വിമർശിക്കത്തില്ല. എനിക്കതിഷ്ടമല്ല. അയാളുടെ അത്ര വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ്. എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ഇനി അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എനിക്കത് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു ബന്ധം എനിക്കിനി വേണ്ട അവരുമായിട്ട്. അവരിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും എനിക്കതൊന്നും വേണ്ട. ഞാനും എൻ്റെ ഫ്രണ്ട്സും എനിക്കത് മാത്രം മതി. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുമായിട്ട് മാത്രം മതി. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക, ഇല്ലാത്തത് പറയുക, മനസ്സിൽ പോലും ചിന്തിക്കാത്തതിനെ പറ്റി പറയുക. അതിൽ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകണ്ട. എനിക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അനുവിൻ്റെ മാറ്ററാണെങ്കിൽ ഇവിടെ തുടങ്ങിയത് ഇവിടെ അവൾ അവസാനിപ്പിച്ച്, അതിൻ്റെ ബാക്കി ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ അതിൽ. ഭാഗ്യം ഇപ്പോഴെങ്കിലും അറിഞ്ഞത്, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നമായേനെ. നിവിൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് വന്ന് അതിലയുടെ ബെഡിലോട്ട് മാറി ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അതിലെ ഇരിക്കുന്നിടത്തോട്ട് മാറി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. അനീഷേട്ടൻ വന്നതോടെ ആദില കൊഞ്ചി, അനീഷേട്ടാ ഒന്ന് അനീഷേട്ടാ ഇങ്ങനെയൊക്കെ ഭയങ്കര കൊഞ്ചി സംസാരിക്കുന്നുണ്ട്. അവരുടെ പരദൂഷണ കമ്മിറ്റിക്ക് ബ്രേക്ക് ഇട്ട്. അക്ബറിന് നാക്കേ ഇല്ല, ഒന്നും മിണ്ടാതെ അക്ബർ ഇരിക്കുന്നു. അനീഷ് ആദിലെ എടുത്ത് സംസാരിക്കുന്നത്. അനീഷ് അതൊന്നും അറിയുന്നില്ല. ഇവരൊക്കെ തന്നെക്കുറിച്ചാണ് പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാതെ അനീഷ് ആദിലെടുത്ത് സംസാരിക്കുകയും എന്തോ കയ്യിൽ കൊടുക്കുകയും അതിൽ അനീഷേട്ടാന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.